ഒരു നഗരത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതലാണ് അവിടെയുള്ള സൈക്കിളുകളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കുമല്ലേ. സൈക്കിളുകൾക്ക് വേണ്ടി മാത്രം ഒരു ഹൈവേ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ. ജർമ്മനിയിൽ അങ്ങനെയൊക്കെയാണ്. ജർമ്മൻകാർക്ക് സൈക്കിളിനോടുള്ള പ്രിയം അത്രമേൽ കൂടുതലാണ്. ജർമ്മനിയുടെ ബൈസൈക്കിൾ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന മ്യൂൺസ്റ്റർ നഗരത്തിൽ 3 ലക്ഷത്തിന് മുകളിലാണ് അവിടുത്തെ പോപ്പുലേഷനെങ്കിൽ 5 ലക്ഷത്തിനേക്കാൾ മുകളിലാണ് അവിടുത്തെ സൈക്കിളുകളുടെ എണ്ണം. ജർമ്മൻകാരുടെ ജീവിതത്തിൽ സൈക്കിളിന് അത്രമാത്രം പ്രാധാന്യമാണുള്ളത്. 1817 കാൾ ഡ്രൈസ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഇന്നത്തെ സൈക്കിളിൻ്റെ ആദ്യ രൂപമായ വാക്കിംഗ് മെഷീൻ ജർമ്മനിയിലെ മാൻഹൈമിൽ ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയ ചരിത്രമാണിത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നിരവധി സൈക്കിൾ നിർമ്മാണ കമ്പനികൾ ജർമ്മനിയിൽ തുടങ്ങുകയും 20-ാം നൂറ്റാണ്ടോടുകൂടി ജർമ്മൻ സൈക്കിൾ ബ്രാൻഡുകൾക്ക് ലോകവിപണിയിൽ ആവശ്യക്കാർ ഏറെ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ജർമ്മനിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സൈക്കിൾ അവരുടെ പ്രിയപ്പെട്ട വാഹനമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനി ഇന്ന് ലോകത്തിലെ സൈക്കിൾ സഹോദര രാജ്യങ്ങളിൽ മുന്നിൽ തന്നെയാണ്. സൈക്കിൾ ഫെസ്റ്റിവലിലും സൈക്കിൾ പരേഡും എന്തിനേറെ സൈക്കിളുകൾ കൊണ്ടുള്ള ഫ്യൂണറൽ വരെയും ജർമ്മനിയിലുണ്ട്. ഇന്നും ജർമ്മനിയുടെ ചില നഗരങ്ങളിൽ സൈക്കിളുമായി അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ മരിച്ചു പോകുമ്പോൾ അവർക്കു വേണ്ടി സൈക്കിളുകൾ കൊണ്ട് ഫ്യൂണറൽ പ്രൊസഷൻ വരെ നടത്താറുണ്ട്. അത്രമേലാണ് ഇവർക്ക് സൈക്കിളിനോടുള്ളൊരു പ്രിയം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യണേ. താങ്ക്